പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിർഔനും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ നടന്നിട്ടുള്ള ആ ചാലഞ്ച് ഓർമ്മയില്ലേ? നാട്ടിലെ മുഴുവൻ മജീഷ്യൻസിനെയും വിളിച്ച് ഫിർഔൻ നടത്തിയ ആ മത്സരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം വിജയിച്ചു. അത് മാത്രമാണോ? അല്ല. ആ മായാജാലക്കാർ അള്ളാഹുവിലും മൂസ അലൈഹിസ്സലാമിലും വിശ്വസിക്കുകയും ചെയ്തു. ഫിർഔനാണെങ്കിൽ ഇതോടെ ആകെ ദേഷ്യത്തിലും അപമാനത്തിലും ആവുകയാണ്. എന്തൊക്കെ അക്യൂസേഷൻസ് ആണ് ഫിർഔൻ അതിനുശേഷം പറഞ്ഞു കൂട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫിർഔൻ പറഞ്ഞു, എന്നോട് ചോദിക്കാതെ എൻ്റെ അനുവാദമില്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും ജനങ്ങളായിട്ടല്ല ഫിർഔന് കണ്ടിട്ടുണ്ടായിരുന്നത്, മറിച്ച് അടിമകളായിട്ടാണ് കണ്ടത്. അടിമകളോടല്ലേ ശരിക്ക് പെർമിഷൻ ചോദിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ വെള്ളം കുടിക്കുക, നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ എന്നോട് ചോദിക്കാതെ ഒരാളെയും അനുസരിക്കരുത്, നിങ്ങൾ എവിടെയും പോകരുത് എന്നൊക്കെ പറയാറ്. അപ്പം ഞാൻ പെർമിഷൻ തരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് മൂസ അലൈഹിസ്സലാമിനെ വിശ്വസിക്കുന്നത്, മൂസാ നബി കൊണ്ടുവന്ന ആ ആദർശത്തിൽ വിശ്വസിക്കുന്നത് എന്നതാണ് ഫിർഔൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഹി ഡസ് നോട്ട് നോ ദാറ്റ് ദ ഹാർട്ട് ഡസ് നോട്ട് നീഡ് പെർമിഷൻ ടു ആക്സെപ്റ്റ് ഫെയ്ത്ത് ആൻഡ് ലൈറ്റ്, അല്ലേ? അതിന് ആരുടെയും അനുവാദം ആവശ്യമല്ലല്ലോ. അടുത്ത വാദം ഫിർഔൻ എന്താ ചോദിച്ചതെന്നറിയോ? ഇറ്റ്സ് ക്വൈറ്റ് സ്ട്രേഞ്ച് അക്യൂസേഷൻസ് ആക്ച്വലി. ഓർമ്മയുണ്ടോ? ശരിക്കും മത്സരം നടത്താനായി ഫിർഔൻ നാട്ടിലെ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള മജീഷ്യൻസിനെയാണ് വിളിച്ചു വരുത്തിയത്, അല്ലേ? ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള മജീഷ്യൻസ്. എന്തിന്? മൂസാ നബിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. യഅ്തൂക ബികുല്ലി സഹാരിൻ അലീം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. സഹാർ എന്ന് പറയുന്ന പദം എന്ന് വെച്ചാൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മജീഷ്യൻസ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഫിർഔൻ പറയുകയാണ്, മൂസാ നബിയാണ് ഇവർക്കൊക്കെ മന്ത്രവാദം പഠിപ്പിച്ചു കൊടുത്തത്. മൂസയാണ് ദ ഗ്രേറ്റ് മജീഷ്യൻ, മറ്റുള്ളവരൊക്കെ മിയർലി ദ ജൂനിയർ മജീഷ്യൻസ് ആണ്, അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ സ്റ്റുഡൻസ് ആണ്, അണ്ടർ ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെ വാദിച്ചു. അടുത്ത വാദം എന്ന് പറയുന്നത്, ഈ ആളുകളൊക്കെ മൂസ അലൈഹിസ്സലാമും മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളും രാജ്യദ്രോഹം കുറ്റം ചെയ്തു എന്നുള്ളതാണ്. മൂസാ നബി എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡർ ആണ് ആൻഡ് ഓൾസോ ആൻ ഇൻട്രൂഡർ ഫ്രം മദിയൻ ആണല്ലേ. അപ്പോൾ ഇൻട്രൂഡർ ആയിട്ടുള്ള മൂസ അലൈഹിസ്സലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും മാതൃരാജ്യമായിട്ടുള്ള ഈജിപ്തിനെ തള്ളിപ്പറഞ്ഞവരാണ്. മൂസ ഹാസ് എ പ്ലാൻ ടു എക്സ്പെൽ ദ പീപ്പിൾ ഓഫ് ഈജിപ്റ്റ് ഫ്രം ദെയർ ലാൻഡ് വിത്ത് ഹിസ് മാജിക്. അതിന് കൂട്ടുനിന്ന നിങ്ങളെല്ലാവരും രാജ്യദ്രോഹികളാണ് എന്നൊക്കെ ഫിർഔൻ പറയാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണല്ലേ, ഇതേ അവസ്ഥ തന്നെയാണ്. ആളുകൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കാനും ഇതുപോലെയുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള എത്ര വിശ്വാസികളുണ്ട്, എത്ര ആളുകളുടെ മേലാണ് ഇതുപോലെയുള്ള സംഗതികൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഇൻട്രൂഡർ ആണ് എന്ന് പറയും, അതല്ലെങ്കിൽ രാജ്യദ്രോഹിയാണ് എന്ന് പറയും, ഇനി അതും അല്ലെങ്കിൽ ടെററിസ്റ്റ് ആണെന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് ഫിർഔനും പറഞ്ഞത്, അല്ലേ? ഇവർ വിജയിക്കും, ഈ വിശ്വാസികൾ വിജയിക്കും, ഇവർ അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ ആം നോ മോർ, ദർ ഇസ് നോ അതോറിറ്റി ആൻഡ് പവർ ഫോർ മീ എന്ന് ഫിർഔൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ആളുകൾക്കിടയിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളെയും ജനങ്ങൾക്കിടയിൽ വെച്ച് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്, അവരെ ഇതുപോലെ രാജ്യദ്രോഹ കുറ്റവാളികളാക്കുന്നത്, അവരെ മറ്റു പല പേരുകളും കൊണ്ട് അക്യൂസ് ചെയ്യിക്കുന്നത്. സോ ആ കുറ്റപ്പെടുത്തലിന് ശേഷം പിന്നെ ഭീഷണിയായി. പിന്നെ പറയുന്നത്, യു വിൽ പേ എ വെരി ഹൈ പ്രൈസ് ഫോർ ഇറ്റ്, യു വിൽ പേ വിത്ത് യുവർ ലൈഫ്സ്. നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വെട്ടും, ഞാൻ ഓപ്പോസിറ്റ് സൈഡ്സിൽ നിന്ന് മുറിച്ചു മാറ്റും. ആ പീഡനത്തിൻ്റെ ക്രൂരത നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആദ്യം വലത് കൈ മുറിക്കുന്നു, പിന്നെ ഇടത് കാല്, അതിനുശേഷം ഇടത് കൈ മുറിക്കുന്നു, പിന്നെ വലത് കാല്, ഇനി അതല്ലെങ്കിൽ നേരെ തിരിച്ചും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലും മൂസാ നബി അലൈഹിസ്സലാമിലും വിശ്വസിച്ച ആ മുഴുവൻ മജീഷ്യൻസിനെയും ഫിർഔൻ ഇത്തരത്തിലൊക്കെ കൊന്നുകളഞ്ഞു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഷഹീദുകളായി എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫോളോ ചെയ്ത മറ്റെല്ലാ ആളുകളെയും പീഡിപ്പിക്കാനും ടോർച്ചർ ചെയ്യാനും തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹിസ്സലാമിനെ വരെ കൊന്നുകളയും എന്ന് ഫിർഔൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ, അറ്റ് ദിസ് ക്രിട്ടിക്കൽ മൊമെൻറ്റ്, ഫിർഔനിൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാളുണ്ട്. ഒരു റജുലിൻ മുഅ്മിൻ എന്നാണ് ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുകയും എന്നാൽ തൻ്റെ വിശ്വാസം രഹസ്യമാക്കി വെക്കുകയും ചെയ്തിട്ടുള്ള ഫിർഔനിൻ്റെ തന്നെ കുടുംബത്തിലുള്ള ഒരു മനുഷ്യൻ. മൂസാ നബി അലൈഹിസ്സലാം വലിയ അപകടത്തിലാണ് എന്ന് കണ്ടറിഞ്ഞ അദ്ദേഹത്തിന് തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തേണ്ടി വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് വേണ്ടി സംസാരിക്കേണ്ടി വരികയാണ്. ഫിർഔനിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ.
അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാമിന് വേണ്ടി സംസാരിച്ചു എന്ന്. ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് അത്രമാത്രം വലിയ പ്രശ്നമാണോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് ആളുകളോട്. പറയുന്നത് കള്ളമാണെങ്കിൽ മൂസ അലൈഹിസ്സലാമിന് തന്നെയാണല്ലോ പ്രശ്നം. അദ്ദേഹം ചോദിക്കുന്നു, മൂസ പറയുന്നത് കള്ളമാണെങ്കിൽ മൂസയ്ക്ക് തന്നെയല്ലേ പ്രശ്നം? ബട്ട് ഇഫ് ഹീസ് ട്രൂത്ത്ഫുൾ, അത് നമ്മളെ കൂടെ ബാധിക്കുന്ന പ്രശ്നമല്ലേ എന്നൊക്കെ ലോജിക്കലി ആളുകളോട് ചോദിക്കുകയും ആളുകളോട് സംവദിക്കുകയും ചെയ്തു. മൂസ പറയുന്നത് അങ്ങാൻ ശരിയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനുണ്ടെങ്കിൽ അത് നമ്മളെ കൂടെ ബാധിക്കില്ലേ? അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ ഓക്കെ, അത് മൂസയെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത് തനാദ് യൗമ തുവല്ലൂന മുദ്ബിരീന മാ ലക്കും മിനല്ലാഹ് ما لكم من الله من عاصم ومن يضلل الله فما له من هاد صدق الله العلي العظيم. ويا قوم إني أخاف عليكم. ويا قوم, my people, إني I أخاف عليكم, I fear for you, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭയക്കുന്നു. യൗമ തനാദ്, അലമുറ കൂട്ടുന്ന ദിനം. യൗമ തുവല്ലൂന മുദ്ബിരീൻ, യു വിൽ ടേൺ ബാക്ക്, നിങ്ങളിങ്ങനെ വെപ്രാളപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന ആ നാൾ. യൗം എന്ന് പറഞ്ഞാൽ ദിവസം, തുവല്ലൂന മുദ്ബിരീൻ, നിങ്ങളാകെ ബേജാറോടുകൂടെ പിന്തിരിഞ്ഞോടുന്ന ദിവസം. മാലക്കും മിനല്ലാഹി മിൻ ആസിം, മാലക്കും നിങ്ങൾക്കില്ല, മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന്, ആസിം രക്ഷകൻ ആരും ഉണ്ടാവില്ല. ദർ വിൽ ബി നൺ ടു പ്രൊട്ടക്ട് യു ഫ്രം അള്ളാഹ്, നിങ്ങളെ രക്ഷിക്കാൻ അന്ന് ആരും ഉണ്ടാവുകയില്ല. വമൻ യുദ്ലിലില്ലാഹു, ആരെയെങ്കിലും അള്ളാഹു വഴിതെറ്റിച്ചാൽ, അള്ളാഹു ഒരുവനെ വഴിതെറ്റിച്ചു കഴിഞ്ഞാൽ, ഫമാലഹു, പിന്നെ അവനില്ല, മിൻഹാദ്, അവന് വഴി കാണിച്ചു കൊടുക്കാൻ മറ്റൊരാളും ഉണ്ടാവുകയില്ല. നൺ വിൽ ബി ഏബിൾ ടു ഷോ ഹിം ദ റൈറ്റ് വേ. യൗമുത്തനാദ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ യൗമുത്തനാദ്, അലമുറ വിളി കൂട്ടുന്ന ആ ദിവസത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പരസ്പരം വിളിച്ചു കൂവുന്ന ദിവസം, യൗമുത്തനാദ് എന്നാണ് ആ വ്യക്തി ഖിയാമത്ത് നാളിനെ വിശേഷിപ്പിച്ചത്. മുനാദ എന്ന പദത്തിൽ നിന്ന്, അറബി പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ആ വാക്ക്. അന്നേ ദിവസം പീപ്പിൾ കോൾ ഔട്ട് ടു വൺ അനദർ റിക്വസ്റ്റിംഗ് ഹെൽപ്പ് ആൻഡ് റെസ്ക്യൂ ഫ്രം വൺ അനദർ. ആരെങ്കിലും ഒന്ന് രക്ഷിച്ചെങ്കിൽ എന്ന് കരുതി അലമുറ ഇടുന്ന ദിവസമായിരിക്കും അത്. വരാനിരിക്കുന്ന ആ ദിവസത്തെ ഭീകരമായിട്ടുള്ള കാഴ്ചകളെക്കുറിച്ച് ആ വിശ്വാസി ജനങ്ങളെ ഭയപ്പെടുത്തുകയും ഓർമ്മിപ്പിക്കുകയും ഖിയാമത്ത് നാൾ എന്ന ആ ദിവസത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചേ മതിയാവൂ എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇന്നി അഖാഫു അലൈക്കും. എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു. ഐ ഹാവ് കൺസേൺസ് അബൌട്ട് യു. അതുകൊണ്ടാണ് ആ വിശ്വാസി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഐഡിയോളജി എത്രമാത്രം പ്രഷ്യസ് ആണ് എന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഫിറഔൻ ഈ സമയം ചെയ്തത് എന്താണെന്നറിയോ? ഫിറഔൻ്റെ മന്ത്രിയായ ഹാമാനിനോട് പറഞ്ഞു, ഹാമാൻ, കൺസ്ട്രക്ട് ഫോർ മീ എ ടവർ ദാറ്റ് ഐ മേ റീച്ച് ദ വേസ് ഇൻ ടു ദ ഹെവൻസ്. എന്തിനാണെന്നറിയോ? മൂസ അലൈഹിസ്സലാം പറഞ്ഞ ആ ഇലാഹ്, ആ റബ്ബ്, ഈ വിശ്വാസി പറഞ്ഞിട്ടുള്ള ആ റബ്ബ് ആരാണ്? ദൈവം എന്ന് പറയുന്ന അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഒന്ന് ആകാശത്ത് പോയി ഞാൻ കണ്ടുവരാം. ഞാൻ പറയുന്നു, എനിക്ക് അവിടേക്ക് പോകാൻ ഒരു ടവർ ബിൽഡ് ചെയ്യൂ. വഖാല ഫിർഔനു യാ ഹാമാൻ ഇബ്നി ലീ സർഹൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ദ സർഹ്, എനിക്കൊരു സർഹ് പണിയൂ എന്നാണ് പറഞ്ഞത്. സർഹ് ഈസ് എ ഹൈ ഡെക്കറേറ്റഡ് ബിൽഡിംഗ് ആൻഡ് ഇറ്റ് വാസ് നെയ്മഡ് സർഹ് ബിക്കോസ് ഇറ്റ് ഈസ് പ്യുവർ ഓഫ് ഫ്ലോസ്. ഉറപ്പുള്ള, മാലിന്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സർഹ് എന്ന് പറയുന്നത്, കലർപ്പില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ. സോ അങ്ങനെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ടവർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും അവരുടെ ശ്രദ്ധ ഈ പറഞ്ഞ മൂസയിൽ നിന്നും അള്ളാഹുവിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനും വേണ്ടി ഫിർഔൻ എടുത്തിട്ടുള്ള അടുത്തൊരു അടവാണിത്. Fir'aun wants to divert the people from Musa alayhi salam's preaching by getting them to follow the construction of this huge tower or this building. അതൊരു മോക്കിംഗ് ആയിട്ടുള്ള, സില്ലി ആയിട്ടുള്ള ആക്ട് ആയിരുന്നു. ഈ ഗോപുരം പണിയാൻ അവൻ്റെ മന്ത്രിയായ ഹാമാൻ രാജ്യത്തിൻ്റെ എത്ര സമ്പത്തായിരിക്കും ചെലവാക്കുന്നത്? രാജ്യത്തിൻ്റെ ബജറ്റിൽ നിന്ന് എത്രയാണ് ഹാമാൻ ഇതിനായി മാറ്റിവെക്കുക? എത്രമാത്രം അധ്വാനവും കഴിവും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും? ഒരു ഫിർഔനിക നാടകമാണ് ശരിക്കു പറഞ്ഞാൽ അവിടെ നടക്കുന്നത്.
ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ വിശ്വാസിയായ ആ വ്യക്തി വെറുതെ ഇരുന്നില്ല. റജുലുൻ മുഅ്മിൻ വെറുതെ ഇരുന്നില്ല. കൂടുതൽ ശക്തമായ ആളുകളോട് സംസാരിച്ചു. പരലോകവും സ്വർഗവും നരകവും ഒക്കെ ആ വ്യക്തി എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലുക എന്നതിൽ നിന്ന് ഫിർഔനിന്റെ ശ്രദ്ധ തിരിക്കാൻ ആ വിശ്വാസിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംഭവങ്ങളൊന്നും വിശുദ്ധ ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ക്രൈസിസുകൾ വരുന്ന സമയത്ത്, ഒരു ഇസ്ലാമിനൊരു ആവശ്യം വരുന്ന സമയത്ത്, ഹൗ ടു സ്റ്റാൻഡ് വിത്ത് അവർ ഉമ്മ, ഹൗ ടു സ്റ്റാൻഡ് ആൻഡ് സപ്പോർട്ട് അവർ ലീഡേഴ്സ് എന്നത് വളരെ ഭംഗിയായിട്ട് ആ വ്യക്തി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഖുർആനിലൂടെ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, ഇതിന് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഈജിപ്തിൽ നിന്ന് പുറത്തു പോകുന്നതും അതിൻ്റെ പിന്നീട് അങ്ങോട്ട് തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളൊക്കെയും നടക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമുക്കതൊക്കെയും പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.